ഹായ് പ്രിയപ്പെട്ട സൂപ്പർ മോംസ്, സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ 5ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറ്റബോധം ഒഴിവാക്കി മനസ്സിന്റെ ഭാരം കുറച്ചു. ഇനി ഈ പുതിയ സന്തോഷം നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് പഠിക്കാനുള്ളത്. അതാണ് ക്വിക്ക് റീചാർജ് അഥവാ വേഗത്തിലുള്ള റീചാർജിങ്. നമ്മുടെ ഇന്നത്തെ തീം എന്റെ ടാങ്ക്. തിരക്കിനിടയിൽ ദിവസവും 5 മിനിറ്റ് എങ്കിലും മീ ടൈം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം. നമ്മൾ ഒരു വർക്കിംഗ് അമ്മ എന്ന നിലയിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയാണ്. ഓഫീസിലെ ജോലികൾ, വീട്ടിലെ ജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ. നമ്മളൊരു സഹായ യന്ത്രം, എ ഹെൽപ്പിംഗ് മെഷീൻ പോലെയാണ്. എല്ലാവർക്കും നമ്മളിൽ നിന്ന് എന്തെങ്കിലും വേണം. പക്ഷേ നമ്മുടെ ടാങ്ക് എപ്പോഴെങ്കിലും തീർന്നാലോ? അപ്പോഴാണ് ദേഷ്യവും ക്ഷീണവും എല്ലാ ജോലികളോടും മടുപ്പും വരുന്നത്. ഇവിടെ ഒരു ഉപമ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പെട്രോൾ ടാങ്ക്, അതായത് നിങ്ങളുടെ ഊർജ്ജ ടാങ്ക് തീരാറായി. പക്ഷേ നിങ്ങൾ ഇല്ല, എനിക്ക് പെട്രോൾ അടിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഓടിച്ചാൽ എന്ത് സംഭവിക്കും? കുറച്ചു കഴിഞ്ഞാൽ കാർ വഴിയിൽ നിന്നു പോകും. പിന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. നമ്മുടെ മീ ടൈം എന്നത് നമ്മുടെ ഊർജ്ജ ടാങ്കിൽ പെട്രോൾ അടിക്കുന്നത് പോലെയാണ്. ഒരു വർക്കിംഗ് അമ്മയായിരിക്കുമ്പോൾ ഒരുപാട് സമയം കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ 5 മിനിറ്റ് കണ്ടെത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ഈ 5 മിനിറ്റ് നിങ്ങൾ സ്വാർത്ഥതയില്ലാതെ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ 5 മിനിറ്റ് എന്തിനാണ്? നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ, നിങ്ങളുടെ മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ, ദേഷ്യം വരാതെ ശാന്തമായിരിക്കാൻ. ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്, 5 മിനിറ്റ് റീചാർജ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യുമ്പോൾ തിരക്കിനിടയിൽ 5 മിനിറ്റ് അടയാളപ്പെടുത്തുക. അത് നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന ട്രെയിൻ യാത്രയിലാവാം, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം 5 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപാകാം. ആ 5 മിനിറ്റിൽ എന്ത് ചെയ്യണം? മൊബൈലിലെ സോഷ്യൽ മീഡിയ നോക്കരുത്. ഒരു കപ്പ് കാപ്പി എടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലത്ത് പോയി ശാന്തമായി ഇരിക്കുക. കണ്ണടച്ച് നിങ്ങൾ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പിയുടെ രുചിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ 5 മിനിറ്റ് അടുത്ത 5 മണിക്കൂർ നന്നായി ജോലി ചെയ്യാനും വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാനും നിങ്ങളെ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ടാങ്ക് നിറഞ്ഞിരുന്നാൽ മാത്രമേ 2026 നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയൂ. നാളെ നമ്മൾ ബൗണ്ടറി പവർ എന്ന വിഷയത്തിലേക്ക് കടക്കും. ഇല്ല എന്ന് മൃദുവായി പറയാൻ പഠിക്കാം. ഇന്നത്തെ നിങ്ങളുടെ 5 മിനിറ്റ് റീചാർജ് സമയം എവിടെയായിരുന്നു എന്ന് കമന്റിൽ പങ്കുവെക്കണേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.